നിനക്കിത് എന്തിനായി ഫോട്ടോ? സിനിമയുടെ ഓഡീഷനായിരുന്നു. ഓ, സിനിമയുടെ ഒരു അവസ്ഥയെ കഷ്ടം. അതെ മോനെ, നിന്റെ മുഖത്തിന് എന്താ ഒരു മെന കിട്ടണില്ലടാ ഇത് എടുത്തിട്ടേ. ഈ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല മേന ഉണ്ടായിരുന്നു. അതല്ലേ, നീ അപ്പുറത്ത് വന്നേ, അതുവഴിക്ക് അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നേ. തള്ളി കുറച്ചിരുന്നല്ലേ? ഇല്ല ഇങ്ങനെ അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ഇനി മെല്ലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞേ. നിങ്ങളുടെ അങ്ങോട്ട് തിരി, കുറച്ചിട്ട് അങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി. ഇനി അങ്ങനെ ഇരുന്നോ, അത് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ആംഗിള് വലിയ കുഴപ്പമില്ല. ചേട്ടാ അതിനകത്തിന്റെ മുഖം ഉണ്ടോ? മുഖം ഉണ്ട്. അല്ല, അതാ പറഞ്ഞ അതില്ലാത്തോണ്ടാ വൃത്തിയോട് മാറിയിരുന്നു. ഇതെന്ന് വെച്ചാൽ കുറച്ച് വൃത്തിയോട് മാറിയിട്ടുണ്ട്. സീഡിയല്ലേ? ഇതെന്താണത്? ഇത് റാണി കിച്ചു സേവ് ദ ഡേറ്റ്. റാണിയുടെ കിച്ചുന്റെ എന്ത് വൃത്തികേടാണ് ഇതിൽ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്? അല്ല, ഇതിനിപ്പോ എന്താ കുഴപ്പം? എടോ, പണ്ട് തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്ന ഉച്ചപ്പടയില്ലേ, അത് ഇതിന് ഡീസന്റ് ആയിരുന്നു. തുണിയില്ല, മണിയില്ല. ഇതാണോ പുതിയ സംസ്കാരം? ഇതാണോ തന്റെ ഫോട്ടോഗ്രാഫി? അല്ല, റാണിയുടെ അച്ഛനാ അങ്കിളെ, സത്യം പറഞ്ഞ ഈ വീഡിയോയുടെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, വസ്ത്രാലങ്കാരം എല്ലാം അങ്കിളിന്റെ മോള് റാണിയും പിന്നെ ഭാവി മരുമോനും കൂടെയാണ്. ഞാൻ നിരപരാധിയാണ്. അവർ പറഞ്ഞു, ഞാൻ എടുത്തു കൊടുത്തു. എടോ, അവര് ചെറുപ്പക്കാർ പലതും പറയും. താൻ ഇത്രയ്ക്ക് വിവരമുള്ള ആളല്ലേ? താൻ ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കാവോ? അവർ ഈ ഫോട്ടോ മുഴുവൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിട്ട് മകള് ഗൾഫിലേക്കും പോയി, മകൻ അമേരിക്കയിലേക്കും പോയി. ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അതറിയോ? അതിപ്പോ പുറത്തിറങ്ങി നടന്നില്ലെങ്കിലും അവരുദ്ദേശിച്ച കാര്യം നടന്നു. അവർ വൈറലായില്ലേ? എന്താ ഈ ചങ്ങാതി പറയുന്നത്? വൈറലായാൽ എന്റെ മകള് പറ്റില്ലടോ. നാളെ ഞാൻ ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും? അപ്പൊ നമുക്ക് വേറെ ചെക്കനെ കണ്ടെത്തിട്ട് ഇത് ചെയ്തു കൊടുക്കാം. വെറുതെ മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാൻ നടക്കരുത്. ഇക്കണക്കിന് തന്നെയൊക്കെ കല്യാണ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിളിച്ചാൽ താൻ ആദ്യ രാത്രി വരെ ഷൂട്ട് ചെയ്ത് വെക്കലോ? അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ പെണ്ണിനും ചെറുക്കനും നിർബന്ധം എന്ന് വെച്ചാൽ ഞാൻ അതും ചെയ്തു കൊടുക്കുക. എനിക്ക് കാശ് കിട്ടണം. താൻ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അതെ, അങ്കിൾ ഇങ്ങനെ ചൂടാവരുത്. എന്റെ കഷ്ടകാലം അല്ല, എന്താ പറയാ, അല്ല ഈ സീഡി പുഴുങ്ങിത്തിനോ ഉണ്ടായിട്ട് നിന്ന് കൊടുത്തോടെ. ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തോ. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുമ്പോ കാണാം എന്താവും കോലെന്ന്. കഷ്ടം. നീ പേടിക്കട്ട, ഇതേ ഒരു തരം അസൂയ ഈ പ്രായത്തിലുള്ള എല്ലാ മുതുക്കുകൾക്കും ഉണ്ടാവണം. അവരെ പ്രായത്തിൽ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു അസൂയാണ്. ഈ ഒരു കാര്യം, എനിക്കൊരു മൂഡ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കിടുക്കാച്ചി പടം ഞാൻ ഇപ്പോൾ എടുത്തുതരാം. ആ ജാക്കറ്റ് ഒന്ന് അഴിക്കുക. എടാ, നല്ലൊരു പടം എടുത്തേടാ. മൂഡ് വന്നുകൊണ്ട് പറയാം. വേണ്ടെങ്കിൽ വേണ്ട. സർ, സർ, മാം, സർ, മന്മത് സ്റ്റുഡിയോ. സോറി കേട്ടോ മാം, സോറി. കല്യാണം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. വെഡ്ഡിങ് വീഡിയോ കാണാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും എനിക്കറിയാം. ബട്ട് ഞാൻ ലേറ്റാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല. ഔട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. എഫക്ട്സ് പിന്നെ മ്യൂസിക് എല്ലാം ഹോളിവുഡിൽ നിന്നാണ് കേട്ടോ. പിള്ളേർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും സിനിമയിൽ നല്ല ഫീച്ചറുണ്ട്. ഇല്ല സാർ? സാർ ഇനിയിപ്പോൾ അതൊന്നും വേണ്ടടോ. അതെന്താ സാർ? അതൊക്കെ താൻ തന്നെ വെച്ചോ. അതൊക്കെ അടിച്ച് പിരിഞ്ഞടോ 1 മാസം കൊണ്ട്.